ജോത്സൻ ശംഖുമുഖം ദേവിദാസനാണ് നമുക്കൊപ്പം ചേരുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഈ വിവാദങ്ങൾ അങ്ങേ മണിക്കൂറുകളോളം സ്റ്റേഷനിൽ വിളിച്ച് ഇരുത്തുകയും ചോദ്യം ചെയ്യുകയും അല്ലെങ്കിൽ മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ അങ്ങയുടെ ഭാഗത്തുണ്ടോ? ഈ കുഞ്ഞിന്റെ മരണവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നെ വിളിച്ചത് ഒരു പരാതിയിന്മേലുള്ള വിശദീകരണം എടുക്കാനായിട്ട്. അപ്പോൾ പരാതി ഇതാണ്. ഒന്ന്, ഞാൻ പറഞ്ഞിട്ട് അവർ തലമുണ്ടനം ചെയ്തു. അത് ഒന്നാമത്തെ പരാതി. ഞാൻ ഒരാളോടും തലമുണ്ടനം ചെയ്യാൻ പറയാറില്ല. ഞാൻ ന്യൂസ് 18 ഇത് വാരഫലം പറയുമ്പോഴും അവരവരുടെ സംസ്കാരത്തിനനുസരിച്ചുള്ള പ്രാർത്ഥനയും പിന്നെ യോഗ പ്രാണായാമം ചെയ്യണമെന്ന് പറയാറുണ്ട്. ഒരാളോടും തലമുണ്ടനം ചെയ്യാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒന്ന്. രണ്ട്, പല ഘട്ടങ്ങളിലായി വസ്തു വാങ്ങിക്കൊടുക്കാം, വാഹനം വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് അവരിൽ നിന്ന് 35 ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചു. ഞാൻ ഇതുവരെയ്ക്കും വസ്തുവിൻ്റെ ഇടപാടിന് പോയിട്ടില്ല, വാഹന ഇടപാടിനും പോയിട്ടില്ല. അതല്ല എൻ്റെ ജോലി. ഒരാളിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിച്ചിട്ടില്ല. ഈ പറയുന്ന സ്ത്രീയിൽ നിന്ന് ഒരു പൈസ പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഇത് അടിസ്ഥാനരഹിതമായൊരു പരാതിയാണ്. അങ്ങ് ഈ പണം അങ്ങ് പറഞ്ഞിട്ട് മറ്റൊരാൾക്ക് കൊടുത്തു എന്ന തരത്തിലൊരു വിവരം വരുന്നുണ്ട്. അങ്ങനെയുണ്ടോ? വേറെ ആർക്കെങ്കിലും ഇങ്ങനെ പണം കൊടുത്തിരുന്നോ? അങ്ങനെ ഒരു മീഡിയേറ്ററായിട്ട് ഞാൻ നിന്നിട്ടില്ല. ഇതുവരെയ്ക്കും അങ്ങനെ നിന്നിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടത് അവർക്ക് പൈസ കൊടുക്കൂ എന്ന് പറയുന്ന ഒരു സംഭവം ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല ജീവിതത്തിൽ. എങ്ങനെയാണ് ഈ കുടുംബവുമായിട്ട് അങ്ങക്ക് എങ്ങനെയാണ് ബന്ധം വന്നത്? ഈ കോവിഡിന് മുമ്പ് ഞാൻ ഈ പൂജാകാര്യങ്ങൾക്കെല്ലാം സഹായിക്കാനായിട്ട് ഒരു പയ്യനെ വേണമെന്ന് നമ്മുടെ ഒരു സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ അയാൾ പരിചയപ്പെടുത്തുന്നതാണ് ഈ പയ്യനെ, ഈ ഹരി എന്ന് പറയുന്ന പയ്യൻ. അപ്പോൾ ഇവിടെ നിന്നു. അവൻ നിൽക്കുമ്പോൾ അവന് ഈ പൈസ എണ്ണാനോ അല്ലെങ്കിൽ യാത്ര ചെയ്യാനോ വായിക്കാനോ ഒന്നും അറിയില്ല. പക്ഷെ നന്നായി തിമില വായിക്കും. അപ്പം അതുകൊണ്ട് അവനോട് എനിക്കൊരു മമതയുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ കൂടെ നിർത്തി മാസം തോറും ഈ ഹരിയുടെ അമ്മയും സഹോദരിയും വന്ന് ഇവിടെ വന്ന് അയാളുടെ ശമ്പളം വാങ്ങിച്ചിട്ട് പോകും. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇയാളോട് പറഞ്ഞു, ഈ പൈസ മുഴുവൻ നിൻ്റെ വീട്ടുകാർ കൊണ്ടുപോയാൽ നിനക്കെന്തെങ്കിലും വേണ്ട നാളെ, ഇനി ഞാൻ ശമ്പളത്തിൽ നിന്ന് ഒരു പങ്ക് മാറ്റിവെക്കും എന്ന് പറഞ്ഞു. ഒരു പങ്ക് മാറ്റിവെച്ച് 10,000 രൂപ ആയപ്പോൾ അത് ഇവിടെ നമ്മുടെ ടാക്സി ഡ്രൈവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഞാനത് കൊണ്ടുപോയി നിക്ഷേപിച്ചു. ആ പാസ്ബുക്ക് ഇവിടെ ഇരിപ്പുണ്ട്. ഇങ്ങനെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഒരു 3-4 തവണ അവർ പൈസ ഇങ്ങനെ വാങ്ങിക്കാൻ വന്നു. പിന്നെ ഇവൻ വീട്ടിൽ പോകുമ്പം പൈസ കൊടുക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇവൻ്റെ പെരുമാറ്റത്തിൽ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഇത്തിരി ധിക്കാരം, അസ്വാഭാവികമായ ചില പെരുമാറ്റങ്ങളൊക്കെ കണ്ടപ്പോൾ ഇവൻ്റെ അച്ഛനെയും അമ്മയും വിളിച്ചിട്ട് നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയി. അതിനുശേഷം ആ വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ആ വീട്ടുകാരുമായിട്ടും ഒരു ബന്ധമില്ല. ഇത് അങ്ങ് കരുതുന്നത് എന്താണ്? ഈ പ്രതി മാനസികാസ്വാസ്ഥ്യമുള്ള ആളാണോ, അല്ലെങ്കിൽ ഇയാൾക്കൊരു ക്രൈം പശ്ചാത്തലമുണ്ടോ, അല്ലെങ്കിൽ ഈ അന്ധവിശ്വാസം ഇവരെ ബാധിച്ചിരുന്നു? എന്താണ് അങ്ങ് കരുതുന്നത്? ഈ മരണവുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാൻ ഞാൻ ആളല്ല. പിന്നെ ഈ പയ്യനാണത് ചെയ്തതെന്നോ അല്ലെങ്കിൽ അയാളല്ല ചെയ്തെന്നോ എന്ന് പറയാനും ഞാൻ ആളല്ല. അതൊന്നും എന്നെ ഒരു വിഷയമല്ല. പിന്നെ ഇതിൽ എനിക്ക് എൻ്റെ പേരിലുള്ള പരാതി അത് വ്യാജ പരാതിയാണ് എന്ന് തെളിയിക്കുക എന്നുള്ളത് എൻ്റെ അങ്ങനെയാണ് ഇന്നലെ പോയത്. പിന്നെ ഇന്നും വിളിച്ചിട്ടുണ്ട്. രാവിലെ 10 മണിക്ക് അവിടെ പോകും. ഈ സഹോദരി ശ്രീതു, ഈ കുട്ടിയുടെ അമ്മ, അങ്ങയുമായി നിരന്തരം ഫോണിൽ സംസാരിക്കുകയോ വന്ന് കാണുകയോ അങ്ങ് അവിടേക്ക് പോയി കാണുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് പരിശോധിക്കുന്നതിന് വേണ്ടി ഫോൺ ഞാൻ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരോടും പറഞ്ഞതാണ്. അവരെനിക്ക് മെസ്സേജ് അയക്കുക, ഞാൻ അവർക്ക് മെസ്സേജ് അയക്കുക, അവരെന്നോട് സംസാരിക്കുക, ഞാൻ അവരോട് സംസാരിക്കുക. ഇതെന്തെങ്കിലും എൻ്റെ ഫോണിലുണ്ടെങ്കിൽ കണ്ടുപിടിച്ചോളാം സാർ, എന്ത് നടപടിയെടുക്കാം എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത്. അവരുടെ മെന്ററായി പ്രവർത്തിച്ചു എന്നൊക്കെയുള്ള ചില വിവരങ്ങളാണ് ഈ പുറത്തു വരുന്ന വർത്തമാനങ്ങളാണ്. അങ്ങനെ എപ്പോഴെങ്കിലും അവർക്ക് അങ്ങനെ ഉപദേശം, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് എനർജി എന്നുള്ള നിലയ്ക്കൊക്കെ എന്തെങ്കിലും ഉപദേശങ്ങളൊക്കെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഈ യുവതിക്ക്? അവരിതുവരെ നാളിതുവരെ ഒരു തവണ മാത്രമാണ്, അതൊരു 6-7 മാസങ്ങൾക്ക് മുമ്പ് അവർ രണ്ടാമത്തെ വിവാഹം കഴിച്ചു എന്ന് പറയും. അവർക്ക് ദേവസ്വം ബോർഡിലാണ് ജോലി. ഈ രണ്ടാമത് വിവാഹം കഴിച്ച ആ പയ്യനും ദേവസ്വം ബോർഡിലാണ് ജോലി എന്ന് എന്നോട് പറഞ്ഞു. അവരിവിടെ വന്നപ്പോഴാണ്. അവർ ജ്യോതിഷം നോക്കാനല്ല വന്നത്, കരിക്കാൻ ക്ഷേത്രത്തിൽ പോയ വഴിക്ക് ഇവിടെ കയറി എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ നന്നായിരിക്കട്ടെ. അപ്പോൾ ആദ്യത്തെ ബന്ധം വേർപിരിഞ്ഞോ? ഇല്ല, വേർപിരിഞ്ഞില്ല. ഞങ്ങൾ വീട്ടിൽ പോകുന്നില്ല, ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുകയാണ്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അന്നും വളരെ ഭവ്യതയോടെയാണ് ഈ കുട്ടി എന്നോട് സംസാരിച്ചിട്ടുള്ളത്. ഒരു ബഹുമാനത്തോടു കൂടി തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്.
പക്ഷെ അവരിൽ നിന്ന് ഇങ്ങനെ ഒരു ഇതുണ്ടായി എന്ന് പറയുമ്പോൾ എനിക്ക് അതിശയമാണ്. വേറൊരു തരത്തിലൊരു ബന്ധമോ ഒരു അടുപ്പമോ ഒരു മെസ്സേജ് അയക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ അത് ഇന്നലെ സ്റ്റേഷനിൽ വ്യക്തമാക്കി. ഇവരുടെ വീട്ടിൽ തന്നെ ചില പൂജകളും കർമ്മങ്ങളും ഒക്കെ ഈ അമ്മൂമ്മ ചെയ്യുമായിരുന്നു. നമ്മൾ ഈ വെള്ളം ഓതുക എന്ന് പറയുന്ന ചെറിയ രീതി മുതൽ കുറച്ചുകൂടെയൊക്കെ വലിയ രീതിയിലൊക്കെ നാട്ടുകാർ വിശ്വസിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ അതൊക്കെ ചെയ്തിരുന്നു. അതേക്കുറിച്ച് അങ്ങക്ക് എന്തെങ്കിലും അറിവുണ്ടോ? ഒന്നും അറിയില്ല. അങ്ങനെ അവരുടെ പേഴ്സണലായിട്ട് ഒരു കാര്യം അറിയില്ല. അത്രത്തോളം ഒരടുപ്പം നമുക്കില്ല. ഈ പയ്യൻ ഇവിടെ വന്ന് കുറച്ചു കാലം ഒരു 1.5 കൊല്ലം നിന്നു എന്നുള്ള കവിഞ്ഞ് അവരുമായിട്ട് വേറെ യാതൊരു ബന്ധവുമില്ല. പിന്നെ അവരെ ഞാൻ കാണുന്നത് അവർ ഈ വിളക്ക് പാത്രമൊക്കെ കഴുകുന്ന ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ ഒരു ദൈവപ്രശ്നം 2 ദിവസത്തെ ദൈവപ്രശ്നത്തിന് ഞാൻ അവിടെ പോയിട്ടുണ്ട്. അന്ന് കണ്ടതല്ലാതെ പിന്നെ അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അന്ന് വീട്ടിൽ പോകുക അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെ പോയിട്ടില്ല. ഇപ്പോ അങ്ങയെ ചുറ്റിപ്പറ്റിയുള്ള ഈ അന്വേഷണം അത് വ്യക്തിപരമായി എന്താണ് തോന്നുന്നത്? ഒരു വ്യക്തിയെ എങ്ങനെ തൊലയ്ക്കാം, അയാളെ എങ്ങനെ സമൂഹത്തിന്റെ മുമ്പിൽ വക്രീകരിച്ച് കാണിക്കാം എന്ന് ഗവേഷണം നടത്തുന്ന ചില ആളുകളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വാർത്ത കിട്ടിയാലിടൻ അതിനെ എങ്ങനെയൊക്കെ വളച്ചൊടിച്ച് ആ ആളിന്റെ ജീവിതകാലം മൊത്തം ഉണ്ടായിട്ടുള്ള എല്ലാ സംഭവങ്ങളെയും പുറത്തെടുത്ത് എങ്ങനെ വക്രീകരിച്ച് അയാളുടെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കാം എന്ന് ഗവേഷണം നടത്തുന്ന ചില ആളുകളുണ്ട്. അത് ശരിയല്ല. ഇപ്പം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ തെറ്റുകാരനാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നത് നന്നായിരിക്കും. പൊതുവേ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, സനാതന ധർമ്മത്തിന്റെ ഭാഗമാണ് ജ്യോതിഷം, അപ്പോൾ പൂജ, അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ എങ്ങനെ സമൂഹത്തിൽ മോശക്കാരായി ചിത്രീകരിക്കാം എന്ന് ഒരു പ്രവണത ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. എന്നിരുന്നാലും ശംഖുമുഖൻ ദേവിദാസൻ അദ്ദേഹത്തിന്റെ നിരപരാധിത്വം പറയുന്നു. ഈ കേസുമായി 2.5 വയസ്സുകാരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് തന്റെ പങ്ക് ഒന്നുമില്ല, മാത്രമല്ല ഏതെങ്കിലും ഒരു നിർദ്ദേശം വിശ്വാസപരമായി ആ കുടുംബത്തിനൊന്നും നൽകിയിട്ടില്ല എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. ഏതായിരുന്നാലും വീണ്ടും അദ്ദേഹത്തിന് പോലീസിന് മുന്നിൽ എത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ നിരപരാധിത്വം തെളിയും എന്ന് തന്നെയാണ് അദ്ദേഹം കരുതുന്നത്. എം ആർ എൻ വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം.